Dear students, stock level related ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. Question number 10 നോക്കുക. From the following information calculate minimum level, maximum level, average level and danger level. So various stock levels ആണ് കാണാൻ പറയുന്നത് ഈ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട്. അപ്പോൾ ഇൻഫർമേഷനിലേക്ക് പോവാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് നോർമൽ കൺസെപ്ഷൻ, ദാറ്റ് ഈസ് നോർമൽ യൂസേജ്. എത്രയാണ്? 100 യൂണിറ്റ്സ് പെർ വീക്ക്, ഒരാഴ്ചയിൽ 100 യൂണിറ്റ്സ് ആണ്. ഇനി മിനിമം കൺസെപ്ഷൻ പറയുന്നത് എത്രയാണ്? 50 യൂണിറ്റ്സ് പെർ വീക്ക്, ഒരാഴ്ചയിൽ 50 യൂണിറ്റ്സ് ആണ് എന്ത് മിനിമം കൺസെപ്ഷൻ എന്ന് പറയുന്നത്, മിനിമം യൂസേജ്. ഇനി മാക്സിമം കൺസെപ്ഷൻ അല്ലെങ്കിൽ മാക്സിമം യൂസേജ് എന്ന് പറയുന്നത് 150 യൂണിറ്റ്സ് പെർ വീക്ക്, ഒരാഴ്ചയിൽ 150 യൂണിറ്റ്സ് ആണ്. ഇനി റീഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 400 യൂണിറ്റ്സ്. റീഓർഡർ ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇവോക്യൂ. സോ ഇവോക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 400 യൂണിറ്റ്സ് ആണ്. ഇനി റീഓർഡർ പീരിയഡ് പറയുന്നത് 6 to 8 വീക്ക്. നമ്മൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഗുഡ്സ് നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 6 to 8 വീക്സ് ആണ്. സോ 6 പറയുന്നത് മിനിമം റീഓർഡർ പീരിയഡ്, 8 എന്ന് പറയുന്നത് മാക്സിമം റീഓർഡർ പീരിയഡ് ആണ്. ഇനി എമർജൻസി ഡെലിവറി പീരിയഡ്, എമർജൻസി ആയിട്ട് ഡെലിവറി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എടുക്കുന്ന ടൈം പീരിയഡ് എന്ന് പറയുന്നത് എത്രയാണ്? 3 ആഴ്ചയാണ്. ഓക്കെ, എമർജൻസി ഡെലിവറിക്ക്. ഇനി ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് വേരിയസ് സ്റ്റോക്ക് ലെവൽസിലേക്ക് പോകണം. സോ അതിൽ ഫസ്റ്റ് വൺ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് റീഓർഡർ ലെവലാണ്. സോ റീഓർഡർ ലെവലിന്റെ ഫോർമുല എന്താണ്? മാക്സിമം കൺസെപ്ഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ്. അപ്പോൾ നമുക്ക് ഇവിടെ അറിയാം മാക്സിമം കൺസെപ്ഷൻ എത്രയാണ്? 150 യൂണിറ്റ്സ് ആണ് പെർ വീക്ക്. സോ 150 ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ് എത്രയാണ്? 8 വീക്സ്. സോ 150 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 1200 യൂണിറ്റ്സ്. സോ മാക്സിമം റീഓർഡർ ലെവൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് മിനിമം ലെവലിലേക്ക് പോവാം. മിനിമം ലെവലിന്റെ ഫോർമുല എന്താണ്? റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസെപ്ഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ്. സോ റീഓർഡർ ലെവൽ നമുക്കറിയാം ഇവിടെ എത്രയാണ്? 1200 യൂണിറ്റ്സ് ആണ് റീഓർഡർ ലെവൽ, മൈനസ് നോർമൽ കൺസെപ്ഷൻ ഇവിടെ എത്രയാണ്? 100 യൂണിറ്റ്സ് ആണ്. സോ 100 ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ് തന്നിട്ടുണ്ടോ? തന്നിട്ടില്ല. സോ വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ നോർമൽ റീഓർഡർ പീരിയഡ്. സോ നോർമൽ റീഓർഡർ പീരിയഡ് എങ്ങനെയാണ് കണ്ടത്? മിനിമം പീരിയഡ് പ്ലസ് മാക്സിമം പീരിയഡ് ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 6 plus 8 divided by 2. സോ 6 plus 8 divided by 2 പറയുമ്പോൾ എത്രയാണ്? 14 divided by 2 ചെയ്യുമ്പോൾ 7 വീക്സ്. സോ നോർമൽ റീഓർഡർ പീരിയഡ് പറയുന്നത് എത്ര വീക്സ് ആണ്? 7 വീക്സ്. സോ ഇവിടെ നമുക്ക് മിനിമം ലെവലിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ഫോർമുല എന്താണ്? റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസെപ്ഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ്. റീഓർഡർ ലെവൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ 1200 മൈനസ് നോർമൽ കൺസെപ്ഷൻ ഇവിടെ എത്രയാണ്? 100 യൂണിറ്റ്സ് ഇൻറ്റു നോർമൽ റീഓർഡർ പീരിയഡ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എത്രയാണ്? 7. സോ 100 ഇൻറ്റു 7 പറയുമ്പോൾ 700. സോ 1200 മൈനസ് 700 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 500 യൂണിറ്റ്സ് കിട്ടി. സോ മിനിമം ലെവൽ കിട്ടിക്കഴിഞ്ഞു. ഇനി മാക്സിമം ലെവൽ, മാക്സിമം ലെവലിന്റെ ഫോർമുല എന്താണ്? റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസെപ്ഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ്. സോ ഇതിൽ റീഓർഡർ ലെവൽ നമുക്കറിയാം എത്രയാണ്? 1200. ഇനി റീഓർഡർ ക്വാണ്ടിറ്റി ഇവിടെ നമുക്ക് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. റീഓർഡർ ക്വാണ്ടിറ്റി എത്രയാണ്? 400 യൂണിറ്റ്സ്. 400 മൈനസ് മിനിമം കൺസെപ്ഷൻ, മിനിമം കൺസെപ്ഷൻ ഇവിടെ എത്രയാണ്? 50 യൂണിറ്റ്സ് പെർ വീക്ക്. സോ 50 ഇൻറ്റു മിനിമം റീഓർഡർ പീരിയഡ് ഇവിടെ എത്രയാണ്? മിനിമം റീഓർഡർ പീരിയഡ് 6. സോ 50 ഇൻറ്റു 6. സോ 1200 പ്ലസ് 400 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1600 കിട്ടി. മൈനസ് 50 ഇൻറ്റു 6 പറയുമ്പോൾ എത്രയാണ്? 300. സോ 1600 മൈനസ് 300 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 1300 യൂണിറ്റ്. സോ മാക്സിമം കൺസെപ്ഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആവറേജ് ലെവൽ കണ്ടുപിടിക്കണം. സോ ആവറേജ് ലെവൽ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? മിനിമം ലെവൽ പ്ലസ് 1/2 റീഓർഡർ ക്വാണ്ടിറ്റി. ഇനി മിനിമം ലെവൽ നമുക്കറിയാം എത്രയാണ്? മിനിമം ലെവൽ 500 യൂണിറ്റ്സ് പ്ലസ് 1/2 ഇൻറ്റു റീഓർഡർ ക്വാണ്ടിറ്റി ഇവിടെ എത്രയാണ്? റീഓർഡർ ക്വാണ്ടിറ്റി 400. സോ 1/2 ഇൻറ്റു 400. സോ 1/2 ഇൻറ്റു 400 ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 200. സോ ഇവിടെ ആവറേജ് ലെവൽ ഇസ് ഈക്വൽ ടു 500 പ്ലസ് 200. സോ 700 യൂണിറ്റ്സ്. ഓക്കെ, ഇനി അടുത്ത ഒരു ആവറേജ് ലെവലിന് നമുക്ക് രണ്ട് ഫോർമുല ഉണ്ട്. രണ്ട് ഫോർമുല അപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലേ? അപ്പോൾ സെക്കൻഡ് ഫോർമുല എന്താണ്? വാട്ട് ഇസ് ദ സെക്കൻഡ് ഫോർമുല? മാക്സിമം ലെവൽ പ്ലസ് മിനിമം ലെവൽ ഡിവൈഡഡ് ബൈ 2 അല്ലേ? മാക്സിമം ലെവൽ ഇവിടെ എത്രയാണ്? 1300 യൂണിറ്റ്സ്. സോ 1300 പ്ലസ് മിനിമം ലെവൽ ഇവിടെ എത്രയാണ്? 500.
So 500 divided by 2. So 1300 plus 500 ചെയ്തപ്പോൾ എത്രയാണ് 1800 divided by 2. So 1800 divided by 2 ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത് 900 units. So ഇവിടെ average levels equal to ഈ ഫോർമുല വെച്ച് ചെയ്യുമ്പോൾ 900 units, minimum level plus 1/2 reorder quantity വെച്ച് ചെയ്യുമ്പോൾ 700 units. ഓക്കെ, സോ രണ്ട് ഫോർമുലയിലും ഡിഫറെൻറ്റ് അമൗണ്ട്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൽ നോക്കുക, എമർജൻസി ഡെലിവറി പീരീഡ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്തും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം, ഡേഞ്ചർ ലെവലും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഡേഞ്ചർ ലെവലിന്റെ ഫോർമുല എന്താണ്, ആവറേജ് കൺസപ്ഷൻ ഇൻറ്റു എമർജൻസി ഡെലിവറി പീരിയഡ്. ആവറേജ് കൺസപ്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ കൺസപ്ഷൻ തന്നെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്, ആവറേജ് കൺസപ്ഷൻ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, നോർമൽ കൺസപ്ഷൻ തന്നെ ആവറേജ് കൺസപ്ഷനും. സോ ഇവിടെ നമ്മുടെ ആവറേജ് കൺസപ്ഷൻ പറഞ്ഞത് 100 യൂണിറ്റ്സ് ആണ്. എമർജൻസി ഡെലിവറി പീരിയഡ്, ഇവിടെ എമർജൻസി ഡെലിവറി പീരിയഡ് തന്നിട്ടുണ്ട് 3 weeks. ഓക്കെ, സോ 100 into 3 300 യൂണിറ്റ്സ്. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം കൂടെ നമുക്ക് ചെയ്യാം. ഇതിൽ ചെറിയൊരു ക്വസ്റ്റ്യൻ, ഫോർമുലാസിലൊക്കെ മാറ്റം വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ ഇലിസ്ട്രേഷൻ 9 നമുക്കൊന്ന് ചെയ്തു നോക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെറ്റീരിയൽ എ, കാൽക്കുലേറ്റ് reorder level, minimum level, maximum level under demand and supply method of stock consumption. അപ്പോൾ ഇവിടെ നോക്കാം, ഡിമാൻഡ് ആൻഡ് സപ്ലൈ മെത്തേഡിലാണ്, കോസ്റ്റ് കൺട്രോൾ വെച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്, ഈ വേരിയസ് സ്റ്റോക്ക് ലെവൽസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ റീഓർഡർ ക്വാണ്ടിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓൾറെഡി ഇവോക്യൂ ആണ്. ഇവോക്യൂ പറയുന്നത് എത്രയാണ്, 5000 യൂണിറ്റ്സ് ആണ്. ഇനി മിനിമം സ്റ്റോക്ക് ലെവൽ ടു അലോ ഫോർ എമർജൻസി. അപ്പോൾ മിനിമം സ്റ്റോക്ക് ലെവൽ എമർജൻസി ടൈമിൽ നമുക്ക് തന്നിരിക്കുന്ന മിനിമം സ്റ്റോക്ക് ലെവൽ എത്ര വരെയാണ്, ഫോർ 5 weeksനാണ്. ഓക്കെ, ഇനി ആവറേജ് ഡെലിവറി ടൈം ഫോർ സപ്ലയേഴ്സിന് വേണ്ടി വരുന്ന ഡെലിവറി ടൈം, ആവറേജ് ഡെലിവറി ടൈം പറയുന്നത് എത്രയാണ്, 4 weeks ആണ്. ഇനി മാക്സിമം സ്റ്റോക്ക് ലെവൽസ് അലൗഡ് ബൈ ദ മാനേജ്മെന്റ് എത്രയാണ് മാക്സിമം സ്റ്റോക്ക് ലെവൽ അലോ ചെയ്തിരിക്കുന്നത്, ഫോർ 20 weeksനാണ്. മിനിമം സ്റ്റോക്ക് ലെവൽസ് വന്നിട്ട് 4 weeksനാണ് മിനിമം സ്റ്റോക്ക് ലെവൽസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മാക്സിമം സ്റ്റോക്ക് ലെവൽസ് എന്ന് പറയുന്നത് എത്രയ്ക്കാണ്, ഫോർ 20 weeksന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യേണ്ടത്. ഇനി ആവറേജ് റേറ്റ് ഓഫ് കൺസപ്ഷൻ പെർ വീക്ക്, ആവറേജ് ഒരാഴ്ച നമ്മൾ യൂസ് ചെയ്യുന്ന ആവറേജ് കൺസപ്ഷൻ പറയുന്നത് എത്രയാണ്, ദാറ്റ് ഈസ് 275 യൂണിറ്റ്സ് ആണ് ആവറേജ്ലി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ഒരാഴ്ചയ്ക്ക്. ഓക്കെ, ഫോർ 1 week. ഇനി മിനിമം കൺസപ്ഷൻ ഇൻ 4 weeks, 4 വീക്കിനുള്ള മിനിമം കൺസപ്ഷൻ ആണ് എത്ര യൂണിറ്റ്സ്, 900 യൂണിറ്റ്സ്. ഇത് പെർ വീക്കിനല്ല തന്നിരിക്കുന്നത്, മിനിമം കൺസപ്ഷൻ ഫോർ 4 weeksനാണ് തന്നിരിക്കുന്നത്. എത്രയാണ്, 900 യൂണിറ്റ്സ്. മാക്സിമം കൺസപ്ഷൻ തന്നിട്ടുണ്ടോ, തന്നിട്ടില്ല. ഓക്കെ, അപ്പൊ മാക്സിമം കൺസപ്ഷൻ ഇല്ലാതെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഫോർമുല ചെയ്യാൻ. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, റീഓർഡർ ലെവലാണ് കണ്ടുപിടിക്കേണ്ടത്. റീഓർഡർ ലെവലിന്റെ നമ്മുടെ യൂഷ്വൽ ഫോർമുല, നമ്മൾ ഇതുവരെ അപ്ലൈ ചെയ്തിരുന്ന ഫോർമുല എന്തായിരുന്നു, മാക്സിമം കൺസപ്ഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരിയഡ് എന്നാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇവിടെ മാക്സിമം കൺസപ്ഷൻ ഉണ്ടോ, ഇല്ല. മാക്സിമം റീഓർഡർ പീരിയഡിന്റെ എത്രയാണ്, 20 weeksനാണ് മാക്സിമം റീഓർഡർ പീരിയഡ് എന്ന് പറയുന്നത്. മാക്സിമം റീഓർഡർ പീരിയഡ് അല്ല, ഇത് സ്റ്റോക്ക് ലെവൽസ് ആണ്. ഓക്കെ, നമുക്ക് മാക്സിമം സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 20 ആഴ്ചക്കുള്ള സ്റ്റോക്ക് വേണം മെയിൻറ്റെയിൻ ചെയ്യാന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടില്ല, റീഓർഡർ പീരിയഡ് തന്നിട്ടില്ല, മാക്സിമം അല്ലെങ്കിൽ മിനിമം റീഓർഡർ പീരിയഡ് തന്നില്ല, ആവറേജ് മാത്രം തന്നിട്ടുള്ളൂ 4 weeks. അപ്പോൾ ഈ ഫോർമുല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം മാക്സിമം കൺസപ്ഷനും ഇല്ല, മാക്സിമം റീഓർഡർ പീരിയഡും തന്നിട്ടില്ല. സോ ഈ ഫോർമുല നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, പറ്റില്ല, കാരണം രണ്ട് ഇൻഫർമേഷനും മിസ്സിംഗ് ആണ്. സോ ഇവിടെ റീഓർഡർ ലെവൽ കണ്ടുപിടിക്കാൻ നമുക്ക് വേറൊരു ഫോർമുല, വേറൊരു മെത്തേഡ് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അപ്ലൈ ചെയ്യാൻ. സോ പുതിയൊരു ഫോർമുല നമ്മൾ പഠിക്കാൻ പോവുകയാണ് റീഓർഡർ ലെവലിലേക്ക് വേണ്ടിയിട്ട്. സോ റീഓർഡർ ലെവലിന് വേറൊരു ഫോർമുല ഉണ്ട്, എന്താണ്, ആവറേജ് കൺസപ്ഷൻ പെർ വീക്ക് ഇൻറ്റു minimum stock expressed in weeks in plus എന്താണ് average delivery time in weeks. Okay, ഇവിടെ നോക്കുക, average once again let me tell you the formula, average rate of consumption per week into minimum stock expressed in a week plus average delivery time in a week. നമുക്കറിയാം ആവറേജ് റേറ്റ് ഓഫ് കൺസപ്ഷൻ തന്നിട്ടുണ്ട്, പെർ വീക്കിലെ ആവറേജ് റേറ്റ് ഓഫ് കൺസപ്ഷൻ എത്രയാണ്, 275 യൂണിറ്റ്സ്. ഓക്കെ, ദാറ്റ് 275 നമ്മൾ എഴുതി. ഇനി മിനിമം സ്റ്റോക്ക് എക്സ്പ്രസ്ഡ് ഇൻ വീക്സ്, മിനിമം സ്റ്റോക്ക് എക്സ്പ്രസ്ഡ് ഇൻ വീക്സ് എത്രയാണ്, നമുക്ക് മിനിമം സ്റ്റോക്ക് അല്ല ഫോർ എമർജൻസി എന്ന് പറയുന്നത് എത്രയാണ്, 5 ആണ് അല്ലേ, 5 weeks ആണ് മിനിമം സ്റ്റോക്ക് ലെവൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സോ ഫോർ 5 weeks, സോ 5 എഴുതി, പ്ലസ്
Average delivery time in a week. Average delivery time in a week എത്രയാണ്? That is 4 weeks. Okay. So minimum stock levels നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 5 വീക്സിന്. ഡെലിവറി ടൈം പറയുന്നത് എത്ര വീക്സിനാണ്? 4 വീക്സിനാണ്. സോ പ്ലസ് 4. സോ 5 പ്ലസ് 4 എത്രയാണ്? 9. ഓക്കെ. സോ 275 ഇൻറ്റു 9 നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്നത്? 2475 യൂണിറ്റ്സ് ആണ് in the reorder level. So reorder level നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എത്ര യൂണിറ്റ്സ് ആണ്? 2475 യൂണിറ്റ്സ്. ഓക്കെ. ഇനി നെക്സ്റ്റ് നമുക്ക് പോകേണ്ടത് മിനിമം ലെവലാണ്. സോ മിനിമം ലെവലിൻ്റെ നമ്മുടെ യൂഷ്വൽ ഫോർമുല എന്താണ്? ഇവിടെ നോക്കുക. മിനിമം ലെവലിന്റെ ഫോർമുല എന്താണ്? റിയോർഡർ ലെവൽ മൈനസ് നോർമൽ കൺസെപ്ഷൻ ഇൻറ്റു നോർമൽ ഡെലിവറി പീരിയഡ്, നോർമൽ റിയോർഡർ പീരിയഡ്. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്കറിയാം റിയോർഡർ ലെവൽ എത്രയാണ് ഇവിടെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? 2475 മൈനസ് നോർമൽ കൺസെപ്ഷൻ. നോർമൽ കൺസെപ്ഷൻ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്. ദാറ്റ് ഈസ് ആവറേജ് കൺസെപ്ഷൻ. ആവറേജ് കൺസെപ്ഷൻ തന്നെയാണ് നോർമൽ കൺസെപ്ഷൻ. എത്രയാണ്? 275 യൂണിറ്റ്സ്. സോ 275 ഇൻറ്റു നോർമൽ ഡെലിവറി പീരിയഡ്. നോക്കൂ, ആവറേജ് ഡെലിവറി പീരിയഡിനെയാണ് നമ്മൾ എന്തായിട്ട് എടുക്കുന്നത്? നോർമൽ ഡെലിവറി പീരിയഡ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ. സോ നോർമൽ ഡെലിവറി പീരിയഡ് എത്രയാണ്? 4 വീക്സ്. ഓക്കെ. ഇൻറ്റു 4. So 275 into 4. So 2475 minus 275 into 4 ചെയ്തപ്പോൾ 275 into 4 എത്രയാണ്? 1100. So 2475 minus 1100 is equal to 1375 units. So minimum level എത്രയാണ്? 1375 units. ഇനി നമുക്ക് നെക്സ്റ്റ് വൺ പറഞ്ഞാൽ മാക്സിമം ലെവൽ. സോ മാക്സിമം ലെവലിന്റെ ഫോർമുല എന്താണ്? റിയോർഡർ ലെവൽ പ്ലസ് റിയോർഡർ ക്വാണ്ടിറ്റി മൈനസ് എന്താണ്? മിനിമം കൺസെപ്ഷൻ ഇൻറ്റു മിനിമം റിയോർഡർ പീരിയഡ്. ഓക്കെ. മിനിമം കൺസെപ്ഷൻ ഇൻറ്റു എന്താണ്? മിനിമം റിയോർഡർ പീരിയഡ്. ഓക്കെ. അല്ലെ, റിയോർഡർ ലെവൽ നമുക്ക് ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. റിയോർഡർ ലെവൽ നമുക്ക് ഇവിടെ എത്രയാണ്? 2475 യൂണിറ്റ്സ് ആണ് മിനിമം. പ്ലസ് റിയോർഡർ ക്വാണ്ടിറ്റി നമുക്കറിയാം. റിയോർഡർ ക്വാണ്ടിറ്റി എത്രയാണ്? 5000 യൂണിറ്റ്സ്. സോ 5000 മൈനസ് നമുക്ക് ഇനി മിനിമം കൺസെപ്ഷൻ ഇൻറ്റു മിനിമം റിയോർഡർ പീരിയഡ് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് ഒരാഴ്ചയിൽ നമ്മൾ എത്ര യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻറ്റു മിനിമം റിയോർഡർ പീരിയഡ്. ഇവിടെ നമുക്ക് ദാറ്റ് ഈസ് മിനിമം കൺസെപ്ഷൻ ഫോർ 4 വീക്സ് ആണ് തന്നിരിക്കുന്നത്. അല്ലേ? നമുക്ക് മിനിമം റിയോർഡർ പീരിയഡ് എത്രയാണ്? ദാറ്റ് ഈസ് മിനിമം അല്ലെങ്കിൽ ആവറേജ് പീരിയഡ് എന്ന് പറയുന്നത് എത്രയാണ്? 4 വീക്സ് ആണ് മിനിമം. അല്ലേ? അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, 4 വീക്കിനുള്ള മിനിമം കൺസെപ്ഷൻ ആണ് എത്ര? 900 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ദാറ്റ് ഈസ് 1 വീക്കിൻ്റെ 900 ഡിവൈഡഡ് ബൈ 4 ചെയ്തിട്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ആവശ്യമില്ല. കാരണം ഇവിടെ ഓൾറെഡി മൾട്ടിപ്ലൈഡ് ചെയ്തിട്ടുള്ളതാണ് കിട്ടിയിരിക്കുന്നത്. 4 ആഴ്ചക്കുള്ള മിനിമം കൺസെപ്ഷൻ ആണ് 900 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യേണ്ട? മൾട്ടിപ്ലൈ ചെയ്യേണ്ടെന്ന് ആവശ്യമൊന്നുമില്ല. കാരണം മിനിമം കൺസെപ്ഷൻ ഇൻറ്റു മിനിമം റിയോർഡർ പീരിയഡ് ചെയ്ത എമൗണ്ട് ആണ് എത്ര? 900 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. 4 ആഴ്ചക്കാണ് 900 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാഴ്ചക്ക് കണ്ടുപിടിക്കുന്നതാണ് എൻ്റെ മിനിമം കൺസെപ്ഷൻ. മിനിമം റിയോർഡർ പീരിയഡ് എത്രയാണ്? 4 വീക്സ്. സോ അത് ഇൻറ്റു 4 ചെയ്താലും സെയിം ആൻസർ തന്നെയാണ്. നമുക്ക് എന്താണ്? 900 യൂണിറ്റ്സ് തന്നെയാണ്. ഇവിടെ ഓൾറെഡി മൾട്ടിപ്ലൈഡ് ചെയ്ത മിനിമം കൺസെപ്ഷൻ ആണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത്. സോ ഇവിടെ വീണ്ടും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണോ? വേണ്ട. സോ ഇവിടെ നമ്മുടെ റിയോർഡർ ലെവൽ എന്ന് പറയുന്നത് 2475 പ്ലസ് റിയോർഡർ ക്വാണ്ടിറ്റി 5000 മൈനസ് ഈ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് ഏത്? 900 യൂണിറ്റ്സ്. ദാറ്റ് ഈസ് മിനിമം കൺസെപ്ഷൻ ഇൻറ്റു മിനിമം റിയോർഡർ പീരിയഡ് ചെയ്ത എമൗണ്ട് ആണ് ഏത്? 900 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ വീണ്ടും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യേണ്ട സ്ട്രേറ്റ് അവേ 900 യൂണിറ്റ്സ് നമുക്ക് ഇവിടെ എടുത്താൽ മതി. സോ ഇവിടെ 5000 പ്ലസ് 2475 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7475 മൈനസ് 900. സോ ചെയ്തപ്പോൾ എത്രയാണ്? 6475 യൂണിറ്റ്സ്. സോ നമ്മുടെ മാക്സിമം ലെവൽ പറയുന്നത് 6575 യൂണിറ്റ്സ്. റിയോർഡർ ലെവൽ എന്ന് പറയുന്നത് 2475 യൂണിറ്റ്സ്. മിനിമം ലെവൽ എന്ന് പറയുന്നത് 1375 യൂണിറ്റ്സ്. ഓക്കെ.